ഓണത്തെക്കുറിച്ച് ഒരു ഉപന്യാസ രചനയാണ് ഇവിടെ പറയുന്നത്. ഓണം എന്നാൽ കേരളീയരുടെ ദേശീയ ഉത്സവമാണ്. മലയാളികൾ എവിടെയൊക്കെയുണ്ടോ അവിടെയെല്ലാം ഓണം ആഘോഷിക്കാറുണ്ട്. മലയാള മാസമായ ചിങ്ങമാസത്തിലാണ് ഓണം ആഘോഷിക്കുന്നത്. ചിങ്ങമാസത്തിലെ അത്തം നാളു മുതൽ ഓണാഘോഷം തുടങ്ങുന്നു. 10ാം ദിവസമായ തിരുവോണ ദിനത്തിലാണ് നാം ഓണം കേമമായി ആഘോഷിക്കുന്നത്. ചിങ്ങം എത്തും മുമ്പേ കർക്കിടകത്തിലെ തിരുവോണ നാൾ പിള്ളാരോണമായി ആഘോഷിക്കുന്നു. ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ ഓണം ആഘോഷിക്കുന്നത് കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വലിയ അപ്പൂപ്പനും അമ്മൂമ്മമാരും ആബാലവൃദ്ധം ജനങ്ങളാണ്. ഓണത്തിൻ്റെ ഐതിഹ്യം എന്താണെന്ന് അറിയുമോ? പണ്ട് നമ്മുടെ നാട് ഭരിച്ചിരുന്ന സത്യസന്ധനും നീതിമാനുമായിരുന്ന കള്ളവും ചതിയുമില്ലാത്ത ഒരു ഭരണകർത്താവായിരുന്നു മഹാബലി തമ്പുരാൻ. അദ്ദേഹം ഒരിക്കൽ ഒരു യാഗത്തിൽ പങ്കെടുക്കവേ അദ്ദേഹത്തെ കാണാൻ ഒരു തേജസ്വിയായ വാമന ബാലൻ വന്നു. രാജാവ് അദ്ദേഹത്തെ ആചാരമര്യാദ പാലിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഉപവിഷ്ടനാക്കി. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു അദ്ദേഹത്തിന് എന്തു വേണമെന്ന്. അപ്പോൾ വാമനൻ പറഞ്ഞു, എനിക്ക് 3 അടി മണ്ണ് വേണമെന്ന്. അത് തരാമെന്ന് രാജാവ് അറിയിച്ചു. അങ്ങനെ അളക്കാൻ തുടങ്ങി. ആദ്യ ചുവട്ടിൽ തന്നെ ഭൂമിയും 2ാമത്തെ അടിയിൽ സ്വർഗവും പിടിച്ചെടുത്തു. 3ാമത്തെ അടി വയ്ക്കാൻ സ്ഥലമില്ലാത്തതിനാൽ രാജാവ് തൻ്റെ ശിരസ് തന്നെ താഴ്ത്തിക്കൊടുത്തു. അങ്ങനെ തൻ്റെ രാജ്യവും പ്രജകളെയും എല്ലാം ഉപേക്ഷിച്ച് പാതാളത്തിലേക്ക് അദ്ദേഹത്തെ ചവിട്ടിത്താഴ്ത്തി. ആ സമയത്ത് മഹാവിഷ്ണുവിൻ്റെ മറ്റൊരു രൂപമായ വാമനൻ അദ്ദേഹത്തോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ രാജാവ് പറഞ്ഞു, വർഷത്തിലൊരിക്കൽ തൻ്റെ പ്രജകളെ കാണാൻ ഒരു അവസരം, അതാണ് തിരുവോണം. അതിൻ്റെ മുന്നൊരുക്കമാണ് അത്തം മുതൽ തുടങ്ങുന്നത്. താങ്ക് യു.